JEE Main 2024 Phase 1 29th January Shift 1 question number 7. Okay, see the question. The major product of the following reaction, aromatic ether ആണ്, താഴെ ഒരു CH ഡബിൾ ബോണ്ട് CH2 ഉണ്ട്, അതിനെ HBr വെച്ച് റിയാക്ട് ചെയ്യിപ്പിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഇസ് മേജർ പ്രൊഡക്റ്റ്? ഇത് ചാപ്റ്റർ നമുക്ക് വേണമെങ്കിൽ ആൽക്കഹോൾ ഫീനോൾ ഈതർ എന്നുള്ള പാഠം പറയാം അല്ലേ. ഈതറിനെ പറ്റി നമ്മൾ പഠിപ്പിക്കുന്നതും ഈതറിൻ്റെ HX ആയിട്ടുള്ള റിയാക്ഷൻസ് ഒക്കെ അവിടെയാണ് വരുന്നത്. അപ്പോൾ ചാപ്റ്റർ ആൽക്കഹോൾ ഫീനോൾ ഈതർ, ലാസ്റ്റ് ഭാഗമായിട്ടുള്ള ഈതർ. ഈ അരോമാറ്റിക് ഈതർ എന്നുള്ളതിനെ നമ്മൾ HX വെച്ച് റിയാക്ട് ചെയ്യിപ്പിക്കുമ്പോൾ ഫീനോൾ വിൽ ബി എ കോമൺ പ്രൊഡക്റ്റ് എന്ന് നിങ്ങൾ ഷോർട്ട് ഫോമിൽ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബ്രേക്ക്. ഓക്കെ, ഇനി അത് കൂടാതെ താഴെ ബെൻസിൻ റിങ്ങിൻ്റെ കൂടെ ഒരു CH ഡബിൾ ബോണ്ട് CH2 ഉണ്ട്. അപ്പോൾ ആ ഭാഗം, അപ്പോൾ ഞാൻ ഇതിൻ്റെ പ്രൊഡക്റ്റ് ഒന്ന് എഴുതുകയാണെങ്കിൽ ദ പ്രൊഡക്റ്റ് വിൽ ബി ബെൻസിൻ റിങ്, ഇത് OH ആയി, ഇവിടെ ഒരു CH ഡബിൾ ബോണ്ട് CH2 ആണ്. ഇനി ഇതിലേക്ക് അടുത്ത HBr ചേർക്കുമ്പോൾ H+ ഡബിൾ ബോണ്ടിൽ വന്ന് അറ്റാക്ക് ചെയ്യാം. ഡബിൾ ബോണ്ടിൽ വന്ന് അറ്റാക്ക് ചെയ്യുമ്പോൾ ഒന്നുകിൽ ഇവിടെ വന്ന് അറ്റാക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ വന്ന് അറ്റാക്ക് ചെയ്യാം. അതിൽ നല്ലത് ഇതാണ്. കാരണം എന്താ വെച്ചാൽ ഈ പൈ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ബെൻസൈൽ പൊസിഷനിൽ ഒരു പോസിറ്റീവ് ചാർജ് വരും. അത് റെസൊണൻസ് സ്റ്റെബിലൈസറാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർമീഡിയറ്റിലേക്കാണ് അത് പോകാൻ സാധ്യതയുള്ളത്. ബെൻസിൻ റിങ്, CHൽ ഒരു പ്ലസ്, അതിൻ്റെ കൂടെ ഒരു CS3 ആൻഡ് ഓഫ് കോഴ്സ് ദിസ് OH ഗ്രൂപ്പ്. ആൻഡ് ഇതിലേക്ക് BRനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ദ പ്രൊഡക്റ്റ് വിൽ ബി ബെൻസിൻ റിങ് with an OH group, and here there is a CHBr and there is a CS3 group. So മൂന്നാമത്തെ ഓപ്ഷനാണ് കറക്റ്റ് വരിക. അല്ല, മൂന്നാമത്തെ അല്ല, പറഞ്ഞത് മിസ്റ്റേക്ക് വന്നതാണ്. നാലാമത്തെ ഓപ്ഷനാണ് കറക്റ്റ് വരിക. കാരണം നാലാമത്തിൽ OH വേണ്ടേ, BR അല്ലല്ലോ. ഓക്കെ, അപ്പോൾ ആൻസർ 4 ആണ് കേട്ടോ. അപ്പോൾ ചാപ്റ്റർ മറക്കണ്ട, ആൽക്കഹോൾ ഫീനോൾ ഈതറാണ് കേട്ടോ.